ഗൈസ്, ഞങ്ങളുടെ എസാപ്പിയുടെ ബർത്ത്ഡേ ഞങ്ങൾ ഇന്നാണ് ആഘോഷിക്കണത്. ബർത്ത്ഡേ കഴിഞ്ഞായിരുന്നു. അപ്പൊ ഞങ്ങള് ഇന്ന് ആഘോഷിക്കണതിന്റെ വീഡിയോ എടുക്കാൻ പോകും. ഒത്തിരി വലിയ പരിപാടിയൊന്നും അല്ലായിരുന്നു, ചെറിയൊരു പരിപാടിയായിരുന്നു. നമ്മുടെ റിലേറ്റീവ്സും പിന്നെ നമ്മുടെ അയൽപ്പക്കത്തുള്ള 1-2 പേര്. അപ്പോൾ എല്ലാവരും വന്നവരും എല്ലാവരും ചായ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ ചായ കുടിച്ചോണ്ടിരിക്കുക. ചേട്ടയുടെ വീഡിയോ എടുക്കാനായിട്ട് അതേപ്പോഴത്തേക്ക് ചേട്ടൻ തലകുരിച്ചിരിക്കുകയാണ്. അങ്ങനെ അത് എസാപ്പി രാവിലെ തന്നെ ഓണായിരുന്നു. റന്യാൻ്റെ ആയിട്ട് ഡാൻസ് കളിക്കായിരുന്നു കേട്ടോ എസാപ്പി. ഇത് ചേട്ടയുടെ കൂട്ടുകാരനാണ്. അപ്പോൾ ബലൂണൊക്കെ വിറപ്പിച്ചിട്ടിരിക്കുന്ന പുള്ളി. അപ്പം നമ്മൾ ഒത്തിരി വലിയ പരിപാടി അല്ലാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. അപ്പോൾ നമ്മൾ തന്നെയായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനും പിള്ളേരെ സെറ്റും പിന്നെ ചേട്ടൻ നമ്മളെല്ലാവരും കൂടിയായിരുന്നു ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തത്. നമുക്ക് അറിയാവുന്ന പോലെ ഏതാണ്ടൊക്കെ തട്ടിക്കുട്ടിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓടി നടന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ഞങ്ങൾ പിള്ളേരെ സെറ്റ് എല്ലാവരും കൂടി ഇരുന്ന് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ആശ ചേച്ചിയുടെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ആശ ചേച്ചിക്ക് നാണം വന്ന് എസാപ്പിനായിട്ട് മറച്ചു വെച്ചിരിക്കുവാണ് ഗൈസ്. അങ്ങനെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേയുടെ ആ ഹാപ്പി ബർത്ത്ഡേയുടെ ആ സംഭവങ്ങളൊക്കെ. 2 നേരം കാറ്റടിച്ചിട്ട് വീർക്കണില്ലായിരുന്നു. എന്താണെന്നറിയാമല്ലോ, ഹോൾ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ അത് എല്ലാം ഹാപ്പി ബർത്ത്ഡേ ഫുൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ തൂക്കിയൊക്കെ ഇട്ടത്. പിന്നെ എസാപ്പിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. കുറേ രാവിലെ എണീറ്റ് വെളുപ്പിന് 5:30 എണീറ്റ് എസാപ്പി പള്ളിയിൽ പോയി. അങ്ങനെ ഭയങ്കരമായിട്ട് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് എസാപ്പി ഉറങ്ങിപ്പോയി. അങ്ങനെ പിന്നെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറങ്ങിയ നേരത്താണ് എസാപ്പിക്ക് കണ്ണെഴുതി പൊട്ട് തൊട്ട് പിരികനൊക്കെ വരച്ച് മുടിയൊക്കെ ഇട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെഡി ആയി കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പോഴത്തേക്ക് ഇത് ബിനീഷ് ചേട്ടൻ ഓരോ വീഡിയോ ഒക്കെ എടുക്കാൻ നേരം ഓരോ സ്റ്റൈലൊക്കെ കാണിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ തന്നെ ചേട്ടൻ ഓടിക്കണം. ബിരിയാണി ആയിരുന്നു നമുക്ക് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അങ്ങനെ അവർ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ ബിരിയാണിയൊക്കെ അവർ സെറ്റാക്കി അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് എർസാപ്പിനെ നമ്മൾ കുറച്ച് ഉറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ എണീപ്പിച്ചു. അല്ലെങ്കിൽ പിന്നെ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊന്നും നടക്കില്ല. ഇതാണ് നമ്മുടെ എർസാപ്പിയുടെ കേക്ക്. അപ്പോൾ നല്ല ഒരു പൂച്ചക്കുട്ടിയുടെ പടമൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളി കേക്കായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥന ചൊല്ലിയിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണ്. ഇവിടെ TV-യുടെ അകത്ത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രാർത്ഥന കഴിയുമ്പോൾ ഉടനെ തന്നെ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ വെച്ചിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എസാപ്പി ചെറിയൊരു അലമ്പൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു. കേക്കൊക്കെ നോക്കി കേക്കിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കൊച്ചവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അതേ ജോമോള് ചേച്ചി എല്ലാവരും, വല്യമ്മച്ചി, റന്യാൻ്റെ ചേച്ചാമ്മ ചേച്ചി എല്ലാവരും, ജെൻസി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ജസ്റ്റ് നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എസാപ്പിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോഷൂട്ടിന് വാങ്ങിച്ചൊരു കണ്ണട ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ വെച്ച് കൊടുത്തിട്ട് എസാപ്പിക്ക് അത് വേണ്ട വെച്ച് കൊടുത്തിട്ട് വലിച്ചെറിഞ്ഞ് കളയണം. ലാസ്റ്റ് ഞങ്ങൾ ഓർത്ത് വേണ്ട വെച്ചിരിക്കുന്ന റായും തലയുള്ള ബുഷൊക്കെ വെറുതെ വലിച്ച് കളയുന്നേക്കാളും നല്ലത് ആ കണ്ണാടി ഇല്ലാണ്ട് നിൽക്കണമെന്ന് ഓർത്ത് ഞങ്ങൾ കണ്ണാടിയൊക്കെ ദൂരെ കളഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മളിതേ കേക്ക് മുറിക്കാനായിട്ട് പോകാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ
അങ്ങനെ എസാപ്പിക്കും കേക്ക് എല്ലാവരും വായി വെച്ച് കൊടുത്ത് എസാപ്പി എല്ലാവർക്കും കേക്ക് കൊടുത്തത് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും വല്യപ്പച്ചനും എസാപ്പിക്ക് കേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു ഇതിന് ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എന്താ മേത്ത് നമ്മൾ ബ്രൈറ്റ് ടു ബി എന്നൊക്കെ പറഞ്ഞ് എഴുതൂല, ആ സംഭവം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ മറന്നു പോയായിരുന്നു. നമ്മൾ സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു അതൊക്കെ, പക്ഷെ ആ ഒരു സമയമായപ്പോഴത്തേക്കും മറന്നുപോയി. കൊച്ചു എണീറ്റൊക്കെ വന്ന് പെട്ടെന്ന് എല്ലാവരും കേക്ക് കുറേ, അതായത് 1 മണി ആ ഒരു സമയത്തായിരുന്നു നമ്മൾ കേക്ക് മുറിച്ചത്, താമസിച്ച് പോയായിരുന്നു. അങ്ങനെ അതൊക്കെ മറന്നുപോയി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചെറിയൊരു പന്തൽ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുമായിരുന്നു. അതായത് നമ്മളും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുമായിരുന്നു. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതേ കുഞ്ഞൂസായിട്ട് ഞാൻ ഇരുന്ന് കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതാണിത്. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടിയായിട്ട് കുഞ്ഞൂസ് കാണിക്കും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ നമ്മളത് റെനിയാൻ്റെ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ മിലി ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മിലി, ജെൻസിയുടെ മിലി ബേബിയാണിത്. അപ്പോൾ നമ്മൾ മിലിയായിട്ട് കുറച്ച് നേരം കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അവൾ എല്ലാവരും ഭയങ്കര കമ്പനിയായിരുന്നു. എല്ലാവരെയും ആദ്യം കണ്ടപ്പോഴത്തേക്കും കണ്ണ് മിഴിച്ച് അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇവരാരൊക്കെയാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മിലി കമ്പനിയായി. അവൾക്ക് എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങിയാൽ മതി, പക്ഷെ ആൻറ്റി അവളെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ പിന്നെ അവൾ ഭയങ്കര ബഹളമായതുകൊണ്ട് താഴെ ഇറങ്ങിയിട്ട് ആൻറ്റി ഡാൻസ് കളിപ്പിക്കാമെന്നും പറഞ്ഞിട്ട് ഡാൻസ് കളിക്കണ വീഡിയോ ആണിത്. നമ്മൾ പാട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ അവൾ ആൻറ്റി ഇങ്ങനെ കൈ പിടിച്ചിട്ട് അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കുകയാണ്. അപ്പോൾ ജെൻസി പറഞ്ഞായിരുന്നു അവളല്ലെങ്കിൽ പാട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുള്ളുവന്ന്, പക്ഷേ ആൻറ്റി അവളെ നേരത്തെ നിർത്താത്തത് കൊണ്ട് കൊച്ചിനൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവളുടെ വീഡിയോ ഒക്കെ എടുത്ത് അവളുമായിട്ട് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിരുന്നു അവളുടെ വീഡിയോ. അപ്പം നമ്മളത് താഴെ നിർത്തിയപ്പോഴത്തേക്ക് അവൾ എല്ലാവരുടെ ഇടയ്ക്കലായിട്ട് വരുവാണ്. എല്ലാവരെയും വന്ന് മണത്തൊക്കെ നോക്കുവാണ്. എല്ലാവരെയും ഭയങ്കര ആദ്യമായിട്ട് കാണുന്ന പോലെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒരു ഫീൽ ആയിരുന്നു. നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴായിരുന്നു കണ്ടത്. ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. അതുകൊണ്ട് പുള്ളിക്കാരി എല്ലാവരെയും ഓടി നടന്ന് മണത്തൊക്കെ നോക്കുകയാണ്. കുഞ്ഞിലെ കണ്ടിട്ടുണ്ട്, പക്ഷേ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി നാളായി നമ്മൾ കണ്ടിട്ട്. അവളെ കണ്ടിട്ട് ഒത്തിരി നാളായി. അതുകൊണ്ട് എല്ലാവരെയും ഇങ്ങനെ ഓടി നടന്നൊക്കെ പുള്ളിക്കാരി മണത്തൊക്കെ നോക്കുവാണ്. അപ്പോൾ കുറച്ച് നേരം അവളുടെ ഇടയ്ക്കലിരുന്ന് കുറച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവളുടെ കുറേ ക്യൂട്ട് വീഡിയോ ഒക്കെ നമ്മളെടുത്ത് അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ സാപ്പിയുടെ ബർത്ത്ഡേ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.